ടുഡേയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെയും തമിഴ് താരം ജ്യോതികയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ എന്ന ചിത്രത്തെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ്. ദക്ഷിണേന്ത്യയിലെ മുതിർന്ന കഥാപാത്രങ്ങളിൽ ഒരാളായ മമ്മൂട്ടി ഗേ കഥാപാത്രമായി സ്ക്രീനിലെത്തിയ സിനിമ, ആ കഥാപാത്രത്തെ അദ്ദേഹം സെൻസിറ്റീവായി അവതരിപ്പിച്ചെന്നും കേരളത്തിനപ്പുറം അത് ചർച്ചയാകുകയാണെന്നും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ബോളിവുഡിലെ ഹിന്ദി സിനിമകളുടെ ഗ്ലാമർ ശബ്ദകോലാഹലങ്ങൾക്കപ്പുറം കുറഞ്ഞ ബജറ്റിൽ യഥാർത്ഥ മനുഷ്യജീവിതവുമായി അടുത്തു നിൽക്കുന്ന പുരോഗമനപരമായ കഥകളിലൂടെയാണ് മലയാള സിനിമകൾ വേറിട്ടു നിൽക്കുന്നതെന്നും ലേഖകൻ പറയുന്നുണ്ട്. ആവേശത്തള്ളിച്ചുണ്ടാക്കുന്ന പതിവ് മലയാളം സിനിമകളിൽ നിന്നും ഈ ചിത്രം വ്യത്യസ്തമാണെന്നും എന്നിട്ടും ഇത് തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. 72കാരനായ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടാണ് ഈ ചിത്രം ഒരുക്കിയതെന്ന് സംവിധായകൻ ജിയോ ബേബി മുൻപ് പറഞ്ഞിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാനും അത് നിർമ്മിക്കാനുമുള്ള മമ്മൂട്ടിയുടെ തീരുമാനം സിനിമയ്ക്ക് വലിയ പൊതുസമ്മതി നൽകിയെന്നും ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഗേ ആയ വ്യക്തി സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളെയാണ് ഈ ചിത്രം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നത്. ബാങ്ക് ക്ലർക്കായ മാത്യു ദേവസിയുടെ വീട്ടിലെ നിശബ്ദത തളം കെട്ടിയ അന്തരീക്ഷവും പുരുഷനായ ഒരു കാമുകനുമാണ് സിനിമയിലെ പ്രധാന ആകർഷണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീട്ടകങ്ങളിലെ പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളിലേക്ക് വെളിച്ചം വീശിയ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുടെ സംവിധായകനാണ് ജിയോ ബേബി എന്നും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ചകളിലേക്കാണ് അദ്ദേഹം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്നും ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള സിനിമകൾ ധാരാളം തടസ്സങ്ങൾ ഇപ്പോഴും നേരിടുന്നതായി പൂനെയിലെ സിബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഫിലിം ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അധ്യാപികയായ സ്വപ്ന ഗോപിനാഥിനെ ഉദ്ധരിച്ച് ഈ ലേഖനം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു ദശകത്തിനപ്പുറമാണ് മലയാള സിനിമ പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയതെന്നും ജെൻഡറിനെയും ജാതിയെയുമൊക്കെ പ്രതിനിധീകരിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയെന്നും സ്വപ്ന പറയുന്നു. സമാന്തര ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി സ്വർഗാനുരാഗികളായ ഇന്ത്യക്കാരുടെ സാമൂഹിക സമ്മർദ്ദങ്ങളെ സംവേദനക്ഷമതയോടെയാണ് കാതൽ കൈകാര്യം ചെയ്തതെന്ന് കേരളത്തിലെ കൊച്ചി നഗരത്തിലെ കലാകാരനും ആക്ടിവിസ്റ്റുമായ ജിജോ കുര്യാക്കോസും ഈ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നു. ലേഖനത്തിന്റെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും എന്തുതന്നെയായാലും മലയാള സിനിമയുടെ അന്താരാഷ്ട്ര മുഖമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന കഥകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി മലയാള സിനിമയുടെ അമരക്കാരനായി എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് അരക്കിട്ടുറപ്പിക്കുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമത്തിൽ ഈ വന്ന ലേഖനം. ഫ്രണ്ട്സ്, കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും സിനിമാ ലോകത്തു നിന്നുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കുമായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.